ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഒച്ചിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. ബായ്. നമ്മൾ കല്യാണത്തിന് മൈലാഞ്ചി ഇട്ടിട്ട് വരാൻ പറയും. ഒച്ചിൻ്റെ കല്യാണത്തിന് മൈലാഞ്ചി ഇട്ടിട്ട് വരാൻ പറഞ്ഞാൽ ഓക്കെ ബായ്. പിന്നെ വീടിൻ്റെ തൊട്ട മുമ്പ് തന്നെ കല്യാണം. അപ്പോൾ ഇതാണ് വീട്. കല്യാണത്തിന് മൈലാഞ്ചി നമുക്കിടാൻ വേണ്ടിയിട്ട് പോകാം. കൂടെ ഓസിലെ അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ രണ്ടാമത്തെ കയ്യിൽ ഉൾഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ ഒരു വട്ടം പോയതായിരുന്നു. തുടങ്ങിയ സമയത്ത് രാവിലെ തന്നെ എണീച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓസിലിന് അപ്പോഴൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഓസിലിന് എടുത്തിട്ട് ഈ ഒരു സമയത്ത് എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രസ്സ് മാറ്റാണ്ട്. അപ്പോൾ ഡ്രസ്സ് എങ്ങനെ ഇടാൻ കഴിയുമെന്നൊക്കെ ആലോചിക്കായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മാറ്റി ഇങ്ങനെയാണ് അവളുടെ എന്താ പറയുക കോസ്റ്റ്യൂം വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എന്താ പറയുക, എനിക്ക് അവളെ ബ്രൈഡായിട്ട് എനിക്ക് തീരെ അങ്ങോട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ മൈലാഞ്ചി ഇടാൻ വന്ന ആൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് മൈലാഞ്ചി ഇട്ട ആൾ ഇവളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓള് എൻ്റെ വീട്ടിലേക്ക് വന്ന്, ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഓസിലിനൊക്കെ സെറ്റാക്കിയ ഫുഡൊക്കെ കൊടുത്ത് ഫീഡിങ്ങൊക്കെ കഴിച്ച് ഓസിലിനെ എൻ്റെ ഉമ്മൻ്റെ ഏൽപ്പിച്ച് ആൻഡ് പുള്ളിക്കാരത്തി എനിക്ക് എൻ്റെ കയ്യിൽ ഫുള്ള് മൈലാഞ്ചിട്ടെന്ന്. ഈ ഒച്ച എന്ന് പറയുന്നത് അച്ചു എന്ന് വിളിച്ച് ഒച്ചായതാണ്. പിറ്റേന്ന് രാവിലെ ഞാനൊരു 3 മണിക്കൂർ ഇട്ടിട്ടുള്ളൂ. രാവിലെയൊക്കെ കഴിഞ്ഞ് വെളിച്ചെണ്ണൊക്കെ തേച്ച് ഒക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചോറ് നിൽക്കുന്നു. പെട്ടെന്ന് ഊരിനല്ലോ, അപ്പോൾ അതിനെക്കാട്ടിലും വൃത്തിക്ക് നല്ല രസമായിട്ട് ചോറ് നിൽക്കും. അന്ന് തന്നെയാണ് എൻ്റെ ഓസിലിന് വയ്യാണ്ടായത്. രാവിലെ എണീച്ച പണിയൊക്കെ കഴിച്ച് എൻ്റെ ഓസിലിനെ കാണിച്ച് വന്നതാണ്. ഇനി ഈവിൻ്റെ പാർട്ടി. അപ്പോൾ ഗൈസ്, ഇന്നാണ് അച്ചുവിൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ ഇന്ന് വെഡ്ഡിങ് ഈവ് പാർട്ടിയാണ്. അപ്പം നമ്മൾ അതിലേക്ക് പോകും. ഓക്കെ ബൈ. എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഓക്കെ. എൻ്റെ ഓസിൽ ഇവിടെ ഉണ്ടാവും. ഞാൻ പോവാം. കല്യാണത്തിന് പോവാണ് ഗായ്സ്. മഴ ഞാറുന്നുണ്ട്, ബട്ട് സ്റ്റിൽ പോവാണ്. പാട്ട് കഴിച്ച് നല്ല ഉഷാറായിരിക്കണം. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓള് മാറ്റി ഫുള്ളും റെഡി ആയിക്ക്. ഓള് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് റിസപ്ഷൻ സ്റ്റേജിലേക്കൊക്കെ വന്ന് എന്താ പറയുക, അവൾ ഫുൾ സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് വർത്തമാനം കാൻഡിഡ് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ എൻ്റെ ഒച്ചിനെ വരച്ച് നോക്കുക അറിയില്ല. അങ്ങനെ ഞാൻ നമുക്ക് കാണിച്ചു കൊടുത്ത്, അത് നമ്മൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഫുൾ സൂപ്പറാക്കി. പിന്നെയാണ് ഇവരെ പരിപാടിയിലുള്ള മറ്റേ വിളക്കായിട്ട് വരുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ് ഈ പരിപാടി. വിളക്ക് കൊണ്ടുവന്ന് അങ്ങനെ വെക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ് ഈ പരിപാടി. ഈ ഒരു കല്യാണത്തിനെ സംബന്ധിച്ച് ഇവരെ വെഡ്ഡിങ് ഈവ് അടിപൊളിയായിരിക്കും. പക്ഷേണ്ടെങ്കിൽ ഇവരെ എല്ലാ കലാപരിപാടികളും, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും, ഇവരെ പാട്ടിൻ്റെ ടീം വന്നിട്ട് ഇവരെ മാമൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. ഓരോ മാമനും നല്ലോണം പാടുന്ന ആൾക്കാരാണ്. അങ്ങനെ നല്ല പാട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് ഈസ്റ്റായിട്ടുള്ളൊരു കഥ. ഈ കഥ വന്നിട്ട് അങ്ങോട്ട് അവിടെ മൊത്തം അവിടെ ഇളക്കി മറിച്ച് തുള്ളാത്തെല്ലാവരും തുള്ളി ഫുള്ളാണ്. അപ്പോഴാണ് ആ പാർട്ടി അവിടെ പോകുന്നത്. ഫുള്ള് ഡാൻസായി, പാട്ടായി, ഫുള്ള് ബഹളായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഓസിലിന് വയ്യ. അപ്പോൾ ഞാൻ ഓസിലിന് ഇടയ്ക്കൊക്കെ പോയി നോക്കിയതായിരുന്നു. അവൻ ഫീഡ് ചെയ്ത് വരും. തൊട്ടടുത്തതിനെ കൊണ്ട് അതൊരു ഉപകാരമാണ്. പിന്നെ എൻ്റെ ഒച്ച സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഇങ്ങനെ എന്താ പറയുക കാണിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒച്ചിൻ്റെ ഈ സാധനം ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഓവറാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു എന്തെന്നറിയില്ല, ഒരു സന്തോഷം. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവൾ കല്യാണത്തിൻ്റെ അന്നാണ്. ഞാൻ മാറ്റി ഉപ്പൻ്റെ കൂടെ കാറിൽ അങ്ങോട്ട് പോവുകയാണ്. സ്റ്റേജിൻ്റെ ഡെക്കോറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് അവൾ താലിയിട്ട് വരും.
സത്യം പറഞ്ഞെങ്കിൽ ഇവൾ മാറ്റി അപ്പം തന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് ശേഷമാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അൻവർക്കായും കയറി ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് കയ്യേം വേഗം ഫുഡ് കഴിച്ചു. ഓസിൽ വയ്യാത്തതിനെ കൊണ്ട് ഫുഡ് കഴിച്ച് കയ്യേം കോളും വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.